നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. മക്കൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഈസ് ഓൾസോ ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഫ്രം കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിന് ചോദിച്ച നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, കൺസിഡർ എ റിയാക്ഷൻ എ പ്ലസ് ആർ ഗിവിംഗ് പ്രോഡക്റ്റ്. The rate of this reaction is increased to be K into A into R. At the start of the reaction, the concentration of R, അതായത് R0 എന്നെടുത്തു, is 10 times the concentration of A. A ന്റെ concentration A0 എന്ന് എടുത്തിട്ടുണ്ട്. The reaction can be considered to be pseudo first order reaction with assumption that Kr is equal to K dash is constant. Due to this assumption, the relative error in the rate when this reaction is 40% complete. അപ്പോൾ നോക്കുക, ഞാൻ ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കുന്നതിലാണ് നിങ്ങളുടെ മിടുക്ക്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യം വളരെ എളുപ്പം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് അറിയണം. എപ്പോഴാണ് ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 റിയേജൻറ്റിൽ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ എക്സസ് ആയിട്ട് എടുത്താൽ ഒബ്വിയസ്ലി അയാളുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആവുന്നു. അങ്ങനെയാണെങ്കിൽ അത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആയിട്ട് മാറുന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് എ പ്ലസ് ആർ ഗിവിംഗ് പ്രോഡക്റ്റ്. ഈ റിയാക്ഷൻ ഫണ്ടമെൻ്റലി അതെന്താണ്, കെ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് K ഇൻറ്റു A⁻1 R⁻1 ആണ്. അതായത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ് അത് ഫോളോ ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആറിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 ആണ്, ഇസ് 10 times the concentration of ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് A. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആറിൻ്റെ കോൺസെൻട്രേഷൻ 10 ഇരട്ടി അല്ലെങ്കിൽ 10 തവണ എൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, A0 ആണ് ഇവൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എങ്കിൽ ആറിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10A0 ആണ്. ഇറ്റ് വിൽ ബി 10 times ഗ്രേറ്റർ ദാൻ A0 എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ R0 എന്ന് എടുക്കുന്നതിന് വരെ ഞാൻ എന്ത് ചെയ്താൽ മതി, 10A0 എന്ന് എടുത്താൽ മതി. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, 40% റിയാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റേറ്റിനെ കുറിച്ചാണ് ചോദ്യം. അപ്പോൾ ഇവിടുന്ന് നമുക്കത് 40% റിയാക്ഷൻ കംപ്ലീറ്റ് ആയാൽ എന്താ സംഭവിക്കുക, ഇവിടെ 0.4A0 തീരും. 0.4A0 തീർന്നാൽ ബാക്കി 0.6A0 ബാക്കി ഉണ്ടാവും. ഇവിടെയും 0.4A0 തീർന്നാൽ ബാക്കി എന്തുണ്ടാവും, 9.6A0 ബാക്കി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ R1 എന്ന് എടുക്കുകയാണ്. R1 is equal to rate constant into 0.6A0 into 9.6A0. ഓക്കെ, നമുക്ക് എറർ കണ്ടുപിടിക്കുന്നതിനെ കൊണ്ട് നമുക്കറിയാം എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഫൈനൽ റേറ്റ് ഡിഫറൻസ് ഇൻ റേറ്റ് എടുക്കണം. അപ്പോൾ ഫൈനൽ റേറ്റ് ഇനീഷ്യൽ മൈനസ് ഫൈനൽ ഓർ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. കാരണം എറർ എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് വരില്ല. അപ്പോൾ ലാർജർ ആരാണോ ലാർജർ നിന്ന് സ്മോളർ മൈനസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഡിഫറൻസ് ഇൻ റേറ്റ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ റേറ്റ് ഇൻറ്റു 100, ഇതാണ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്, ഇൻറ്റു 100 ഇത് ഇനീഷ്യൽ റേറ്റ്. ഓക്കെ, നമ്മുടെ എക്സാക്ട് തിയറട്ടിക്കൽ റേറ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ റേറ്റ് R1 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ റിയാക്ഷൻ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആയിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കും നോക്കുക. ഇഫ് ദ റിയാക്ഷൻ ഇസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കണേ നിങ്ങൾ. എ പ്ലസ് ആർ ഗിവിംഗ് പ്രോഡക്റ്റ് ഇനീഷ്യലി T=0 ഇത് A0 ആണ്, ഇത് 10A0 ആണ്. ഇനി ഇവിടെ 40% റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കി 0.6A0 ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇത് എപ്പോഴാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആവുക, അവിടെ ആറിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവാതിരിക്കുമ്പോഴാണ്. എന്ന് വെച്ചാൽ ഇവൻ്റെ കോൺസെൻട്രേഷൻ അപ്പോഴും എന്ത് തന്നെയാണ്, 10A0, അത് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ കോൺസ്റ്റൻ്റ് ആവുമ്പോഴേ അതിന് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ദിസ് ഇസ് ദ വെരി വാലിഡ് പോയിന്റ്. ഈ കൺസെപ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റും. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് അതിൻ്റെ R2 കണ്ടുപിടിക്കുക. R2 വിൽ ബി ഈക്വൽ ടു K ഇൻറ്റു 0.6A0 ഇൻറ്റു 10A0. ഇതാണ് ഇക്വേഷൻ നമ്പർ 2 അല്ലെങ്കിൽ R2. ഓക്കെ, അപ്പം എങ്ങനെ നമുക്ക് ഇതിൻ്റെ എറർ കണ്ടുപിടിക്കാം, പെർസെൻറ്റേജ് എറർ എങ്ങനെ കണ്ടുപിടിക്കാം? പെർസെൻറ്റേജ് എറർ ഇസ് ഈക്വൽ ടു R2 ആണോ R1 ആണോ വലുത്?
നോക്കിക്കഴിഞ്ഞാൽ R2 ആണ് വലുത് അല്ലേ. 10A0 വരുന്നുണ്ട്, ഇവിടെ 9.6. അപ്പോൾ R2 മൈനസ് R1 ബൈ R1 ഇൻറ്റു 100. R2 എന്താ, K ഇൻറ്റു 0.6A0 ഇൻറ്റു 10A0. നിങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഈ കെയും 10A0 കൂട്ടി K ഡാഷ് എന്നിട്ട് നിങ്ങൾ കുടുങ്ങും. നിങ്ങൾക്കത് ഫോർവേഡ് മുന്നോട്ട് ചെയ്തു പോകാൻ കഴിയില്ല. അപ്പം അതൊക്കെ ട്രാപ്പാണ്. അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, വളരെ ഫണ്ടമെൻ്റലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു പോവുക. ഇനി അടുത്തത് K ഇൻറ്റു 0.6A0 ഇൻറ്റു 9.6A0 ഡിവൈഡഡ് ബൈ K ഇൻറ്റു 0.6A0 ഇൻറ്റു 9.6A0 ഇൻറ്റു 100. ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. K ഇവിടെ കോമൺ ആണ്, അത് താഴെ നിന്ന് കട്ടായി. 0.6A0 കോമൺ ആണ്, അത് താഴെ കട്ടായി. A0 കോമൺ ആണ്, അത് താഴെ കട്ടായി. അപ്പോൾ ലാസ്റ്റ് നമുക്ക് 10 മൈനസ് 9.6 ബൈ 9.6 ഇൻറ്റു 100 എന്ന് വരും. 10 മൈനസ് 9.6 എന്ന് പറഞ്ഞാൽ 0.4 ബൈ 9.6 ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.17%. So the answer is 4.17.